നമ്മുടെ ചുറ്റും കാണുന്ന പക്ഷികളെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷേ ചില സമുദ്ര പക്ഷികളുടെ ജീവിതം അതിശയകരമാണ്. അതിലൊന്നാണ് പഫിൻ പക്ഷി. പഫിൻ പക്ഷിയെ പലരും സീ പാരറ്റ് എന്നും ക്ലൗൺ ഓഫ് ദ സീ എന്നും വിളിക്കാറുണ്ട്. കാരണം അതിൻ്റെ നിറമേറിയ കൊക്കും വിചിത്രമായ ഭാവവുമാണ്. വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമുണ്ട്. ബ്രീഡിംഗ് സീസണിൽ അതിൻ്റെ കൊക്ക് തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലാകും. പക്ഷേ തണുപ്പ് കാലത്ത് അത് മങ്ങിപ്പോവുകയും ചെയ്യും. പഫിൻ പക്ഷികൾ മികച്ച നീന്തൽക്കാരാണ്. വെള്ളത്തിനടിയിൽ പോലും ചിറകുകൾ കൊണ്ട് പറക്കുന്ന പോലെ നീന്തി മത്സ്യങ്ങളെ പിടിക്കും. സാൻഡ് ഈൽ, ഹെറിംഗ് പോലെയുള്ള ചെറു മത്സ്യങ്ങളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. പറക്കുന്നതിലും ഇവർ പിന്നിലല്ല. ചെറുതായി തോന്നിയാലും പഫിൻ പക്ഷി ഒരു മിനിറ്റിൽ 400 തവണ ചിറകടിക്കാനും മണിക്കൂറിൽ 88 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാനും കഴിയും. അവയെ മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കഴിവുണ്ട്. ഒരേ സമയം 10ലധികം മത്സ്യങ്ങൾ കൊക്കിൽ പിടിച്ചുകൊണ്ടു പോകാൻ ഇവയ്ക്ക് കഴിയും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൊക്കിനുള്ളിലെ ചെറു കൊമ്പ് പോലെയുള്ള സ്പെൻസാണ്. ഇവയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ കടൽ പക്ഷികളെ പോലെ പാറക്കെട്ടുകളിലല്ല ഇവ മുട്ടയിടുന്നത്. പകരം ഇവ ഭൂമിക്കടിയിൽ കുഴി തുരന്ന് കൂട് നിർമ്മിക്കും. ഒരിക്കൽ ഒരു മുട്ട മാത്രം ഇടും. അത് വളർത്താൻ അമ്മ പക്ഷിയും അപ്പൻ പക്ഷിയും ഒരുപോലെ ശ്രദ്ധിക്കും. കുഞ്ഞു പഫിൻ പക്ഷിക്ക് പഫ്ലിംഗ് എന്നാണ് പറയുന്നത്. ബ്രീഡിംഗ് സീസൺ കഴിഞ്ഞാൽ പഫിൻ പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സമുദ്രങ്ങളിൽ ശൈത്യകാലം കഴിക്കും. അവിടെ അവർ മാസങ്ങളോളം കരയിലേക്ക് പോലും വരാതെ ജീവിക്കും. പഫിൻ പക്ഷികൾക്ക് 20 വർഷത്തിലധികം ആയുസ്സുണ്ടെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ദുഃഖകരമായ കാര്യം കാലാവസ്ഥാ വ്യതിയാനം, അത്യധികം മത്സ്യബന്ധനം, മനുഷ്യരുടെ ഇടപെടൽ എന്നിവ കാരണം ഇവയുടെ എണ്ണം കുറയുകയാണ്. പഫിൻ പക്ഷികളെ കൂടുതലായും കാണുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്ര തീരങ്ങളിലാണ്. ഐസ്ലൻഡ്, ഗ്രീൻലാൻഡ്, സ്കോട്ട്ലൻഡ്, നോർവേ ഇവിടങ്ങളിൽ വലിയ കൂട്ടങ്ങളായി ഇവർ ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഐസ്ലൻഡിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഫിൻ പക്ഷികളെ കാണാൻ കഴിയും. പഫിൻ പക്ഷിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ജീവിതകാലം മുഴുവൻ ഒരേ കൂട്ടുകാരനോടൊപ്പമാണ് ജീവിക്കുന്നത്.